സന്തോഷം ഉള്ളവർക്കും നമുക്ക് അത് പറയാം, സങ്കടമുള്ളവർക്കും പറയാം. സങ്കടമുള്ളവർക്ക് നമുക്ക് പറയാം ഇതും കടന്നു പോകും, കാരണം ഈ പ്രശ്നങ്ങളും മാറി നല്ലൊരു കാലം നിങ്ങൾക്ക് വരും. അതുപോലെ സന്തോഷത്തിൻ്റെ അത് തീവ്രതയിലിരിക്കുന്ന ആളോടും പറയാം, കാരണം ഇത് ഇവിടെ നിങ്ങൾക്ക് പൂർണ്ണമായും കിട്ടിയെന്ന് പറയാൻ വരട്ടെ, നാളെ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം രണ്ട് രീതിയിലും, അതായത് സന്തോഷം കിട്ടിയവർക്ക് ഒരുപാട് അഹങ്കരിക്കാതിരിക്കാനും സങ്കടത്തിലിരിക്കുന്നവർക്ക് ഒരു സമാധാനപരമായിട്ടും ഈ വാക്ക് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ലൈഫിൽ എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരിക്കലും വരണം എന്നില്ല, അല്ലേ? അപ്പം നമ്മൾ ചില ടൈമിലെങ്കിലും അക്സെപ്റ്റ് ഫ്ലോ ഓഫ് യുവർ ലൈഫ് എന്ന് പറയും. അതായത് നമ്മുടെ ലൈഫ് പോകുന്നത് എങ്ങനെയാണോ ആ വിധം നമുക്ക് ചില സമയത്ത് പോകേണ്ടി വരും. നമ്മൾ അധികം വാശി പിടിക്കാതെ ചില കാര്യങ്ങളോട് നമ്മൾ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ അടുത്ത് തന്നെ ചിലപ്പോൾ തിരിച്ച് വന്നിരിക്കും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചില പഴഞ്ചൊല്ലുകൾ നല്ലേ, അല്ലേ? അപ്പം എൻ്റെ പപ്പ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്, ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട്. നമുക്ക് അതിനകത്തുനിന്ന് പുറത്തിറങ്ങണം എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരുമല്ലോ. അപ്പോൾ നമ്മൾ ഏത് വിധേനയും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിച്ച് നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പേഴ്സണെക്കാട്ടിലും കുറച്ചും കൂടെ ശക്തരായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇന്ന് എന്ത് പ്രശ്നത്തിനാണോ ഞാൻ വിഷമിക്കുന്നത്, അത് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഓർത്ത് നോക്കുമ്പോൾ ഞാൻ എന്തിനായിരുന്നു അത്രയും ടെൻഷൻ അടിച്ചതെന്ന് ഓർക്കും, അല്ലേ? അതായത് ഇന്നത്തെ പ്രശ്നങ്ങൾ നാളത്തെ വെറും ഓർമ്മകൾ മാത്രമായിരിക്കും. ചില ടൈമെങ്കിലും നമ്മൾ എന്താ പറയുക, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടാവല്ലോ. ചിലവർ ജോലിക്ക് പോയിട്ട് ജോലി കിട്ടാത്തതായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക എക്സാം എഴുതിയിട്ട് എക്സാം കിട്ടാത്തവരായിരിക്കാം, അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടും സാമ്പത്തിക പ്രതിസന്ധി മാറാത്തവരായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ഏതെങ്കിലും വിധേനെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടും നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിച്ചതിലും ഉപരിയായി നമുക്ക് എന്തോ കിട്ടാനിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഒരു ചെറിയ കാര്യമായിരിക്കും ആഗ്രഹിച്ചത്, പക്ഷേ ദൈവം നമുക്ക് തരാനിരിക്കുന്നത് ഇതിലും വലിയൊരു കാര്യം. അപ്പോൾ സപ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവളൊരു ജോലിക്ക് വേണ്ടിയിട്ട് പല തവണ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സാലറിയും കാര്യങ്ങളും എല്ലാ രീതിയിലും സെറ്റായി വരുന്നില്ല. കുറേ കാലങ്ങളാക്കി നോക്കിയിരുന്ന് ഒരെണ്ണം ഏകദേശം സെറ്റായി, പക്ഷേ അവസാന സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് തെന്നി മാറിപ്പോവുകയും ചെയ്തു. അങ്ങനെ അവൾ വളരെ നിരാശയായിട്ടിരിക്കുമായിരുന്നു. അപ്പം ആ സമയത്താണ് പുള്ളിക്കാരിനെ തേടി ഇതിലും നല്ലൊരു ഓഫർ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? അതായത് നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ അത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതിലും അധികമായി അപ്പുറം നമ്മൾ എന്തോ നോക്കിയിരിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ